മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നതിൽ പ്രതീക്ഷിച്ച മത്സരമൊന്നും ഉണ്ടായില്ല. ഇത്തവണ യഥാർത്ഥത്തിൽ ഒരു തലമുറ മാറ്റമായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചതെന്നാണ് നടൻ ജഗദീഷ് തുറന്നു പറയുന്നത്. ജഗദീഷിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. പാനൽ തീരുമാനിക്കുന്നതിൽ ഒരഭിപ്രായ ഭിന്നതയും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും ഒരു തലമുറ മാറ്റം ആഗ്രഹിച്ചിരുന്നു. ഇടവേള ബാബുവൊക്കെ ആഗ്രഹിച്ചതും അതായിരുന്നു. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനുമൊക്കെ ഭരണസമിതിയിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് കരുതി. എന്നാൽ അവരൊന്നും സന്നദ്ധരായില്ല. ഇതോടെയാണ് മോഹൻലാൽ പ്രസിഡന്റായി തുടരാൻ സ്വയം മുന്നോട്ട് വന്നത്. സത്യത്തിൽ എല്ലാവരും നിർബന്ധിച്ചു എന്ന് തന്നെ പറയാം. പുതുതലമുറയുടെ തിരക്കായിരിക്കും അവരെ പിന്നോട്ട് വലിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ സമയം വിനിയോഗിക്കാൻ ആവില്ലെന്ന ചിന്ത കൂടിയും ആകാം. കുറച്ചുകൂടി കഴിയുമ്പോൾ പദവികൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറായേക്കും. എന്തായാലും അമ്മ മുന്നോട്ട് പോയി, അല്ലെങ്കിൽ പോയേ പറ്റൂ എന്നാണ് ജഗദീഷ് പറയുന്നത്. ബൈലോ പ്രകാരം 4 സ്ത്രീകൾ ഭരണസമിതിയിൽ ഉണ്ടാക്കണം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിച്ച സ്ത്രീകൾ പരാജയപ്പെട്ടിരുന്നു. 3 പേർ മാത്രമാണ് മത്സരിച്ചത്. ഒരാളെ കോപ്റ്റ് ചെയ്യണം. മത്സരിച്ച 2 പേർ വിജയിച്ചിരുന്നുവെങ്കിൽ ആ 2 പേർക്ക് സാധ്യതയുള്ളൂ. ഇപ്പോൾ 3 പേരെയും ഉൾപ്പെടുത്താനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. മോഹൻലാലിനെ പ്രസിഡന്റായും ഉണ്ണി മൂന്നനെ ട്രഷററായും നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നീ പദവികളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പിൽ ചില അസ്വാരസ്യങ്ങളും ഉയർന്നിരുന്നു. ജനറൽ ബോഡിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അസാന്നിധ്യം മമ്മൂട്ടിയുടേതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ലണ്ടനിൽ കുടുംബത്തോടൊപ്പം അവധി ആഘോഷത്തിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. നേരത്തെ തന്നെ മമ്മൂട്ടി സംഘടനയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. ദുൽഖറും മമ്മൂട്ടിക്കൊപ്പം ലണ്ടനിലാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും സ്വീകരണം ഒരുക്കിയിരുന്നുവെങ്കിലും അദ്ദേഹവും എത്തിയില്ല. 4 നൂറ്റാണ്ട് അമ്മയെ നയിച്ച ശേഷം സ്ഥാനമൊഴിയുന്ന ഇടവേള ബാബുവിനെയും ചടങ്ങിൽ ആദരിച്ചു. അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കില്ലെന്ന ശപഥം 25 വർഷങ്ങൾക്ക് ശേഷം അവസാനിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. വികാരനിർഭരമായ സ്വീകരണമായിരുന്നു സഹപ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയത്. മോഹൻലാൽ സുരേഷ് ഗോപിക്ക് ഉപകാരം നൽകി. ഇടവേള ബാബു അംഗത്വ കാർഡ് കൈമാറി. സംഘടനയുടെ 1ാമത്തെ അംഗമാണ് സുരേഷ് ഗോപി. ഓരോ കഥാപാത്രത്തിലൂടെയും ഞാൻ വിരിഞ്ഞു വരികയായിരുന്നുവെന്നും ഞാൻ എന്ന വ്യക്തിയെ മെനഞ്ഞെടുക്കുന്നതിൽ സിനിമ വഹിച്ച പങ്ക് വലുതാണെന്നും അതിൻ്റെ ആഴം അളക്കാവുന്നതല്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് പറയുമ്പോൾ മുഖത്ത് വളിച്ച ചിരിയായിരുന്നു. മാത്രമല്ല, പല അംഗങ്ങളും പറഞ്ഞത് നാണമില്ലാതെ സ്വീകരണം വാങ്ങിയെന്നാണ്. കാരണം 25 വർഷമായി അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നില്ല. ആ 25 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് സ്വീകരണം ഏറ്റുവാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉളുപ്പില്ലേ എന്നാണ് പങ്കെടുത്ത പലരും പങ്കുവച്ചത്.